നിരന്തരം വാഹനാപകടങ്ങൾ നടക്കാറുള്ള തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയിലെ തൃക്കരിപ്പൂർ തങ്കയംമുക്കിൽ വൻ മരങ്ങൾ മുറിച്ചു മാറ്റി തുടങ്ങി. നവീകരണ പദ്ധതിയുടെ മുന്നോടിയായാണ് വൻ മരങ്ങൾ ഇവിടെ നിന്നും മുറിച്ചു നീക്കിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നിരവധി അപകടങ്ങൾ നടന്ന പ്രധാന പാതയിലെ തങ്കയം ചൊവ്വേരിമുക്കിൽ അശ്രദ്ധമായി 3 ഭാഗത്തു നിന്നും വാഹനങ്ങൾ ചീറിപ്പാഞ്ഞെത്തിയാണ് അപകടമുണ്ടാക്കുന്നത്. തൃക്കരിപ്പൂർ ടൗണിലേക്കും തിരിച്ചും എത്തുന്ന പ്രധാന കവാടമാണ് തങ്കയംമുക്ക്. ഇരുചക്ര വാഹന യാത്രക്കാരായ വയോധികർ ഉൾപ്പെടെ 10ലധികം പേർക്ക് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇവിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റിരുന്നു. തുടർച്ചയായി അപകടം നടന്നത് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സമരത്തിനും വഴി തുറന്നിരുന്നു. കാലിക്കടവ് ഭാഗത്തു നിന്നും തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും തങ്കയംമുക്കിലെ വളവ് തിരിയുന്നതിനിടയിലാണ് അപകടങ്ങൾ കൂടുതലും ഉണ്ടായിട്ടുള്ളത്. വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതും അശ്രദ്ധമായും അമിത വേഗത്തിലും വാഹനങ്ങൾ എത്തുന്നതുമാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. 40ഓളം യാത്രാ ബസ്സുകളും 100 കണക്കിന് മറ്റ് വാഹനങ്ങളും സഞ്ചരിക്കുന്ന തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയിലെ തങ്കയംമുക്കിൽ നിന്നും ടൗണിലേക്കും പയ്യന്നൂർ ബൈപ്പാസിലേക്കുള്ള റോഡുകൾ ശ്രദ്ധിക്കാതെയുണ്ടാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഇവിടെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമിട്ടിട്ടുള്ളത്. തങ്കയംമുക്കിൽ കാലിക്കടവ് ഭാഗത്തേക്കുള്ള പാതയോരത്തെ 2 വൻ മരങ്ങൾ ഇവിടെ നിന്നും വെട്ടിനീക്കി. 3 ഭാഗത്തുള്ള റോഡിലേക്കുള്ള തടസ്സങ്ങൾ നീക്കി വീതി കൂട്ടി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന പ്രവൃത്തികളും തുടർന്ന് നടക്കും. മത്സ്യഭവന് മുന്നിലെ വൈദ്യുതി ലൈനുകൾ അഴിച്ചുമാറ്റിയും ഗതാഗത നിയന്ത്രണം ഒരുക്കിയുമാണ് വൻ മരങ്ങൾ ഇവിടെ മുറിച്ചു നീക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.